വെടിക്കെട്ട് നിയന്ത്രണം നീക്കണമെന്ന ആവശ്യവുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ദേവസ്വങ്ങൾ. വാൽപ്പാറ മുഡീസിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ടെക്സ്1 കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഒല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ദേശീയപാതയിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ടു. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയെടുക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. വെടിക്കെട്ട് നിയന്ത്രണം നീക്കണമെന്ന ആവശ്യവുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. കേന്ദ്ര വെടിക്കെട്ട് നിയന്ത്രണം മൂലം തിരുവമ്പാടി പാറമേക്കാവ് വേല വെടിക്കെട്ടുകൾക്ക് നേരത്തെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല ജനുവരി 3-നും തിരുവമ്പാടി ക്ഷേത്രത്തിലെ വേല ജനുവരി 5-നുമാണ്. വാൽപ്പാറ മുഡിസ് ബസാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയത്. സമീപത്തെ ചെക്ക് പോസ്റ്റിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് കാട്ടാനകളെ തുരത്തിയത്. ഇടവേളയ്ക്ക് ശേഷമാണ് വാൽപ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. കണ്ണൻ, മണിവർണ്ണൻ എന്നിവരുടെ പലചരക്ക് കടകളാണ് കാട്ടാന തകർത്തത്. 13ഓളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. 1.5 മാസം മുൻപ് മേഖലയിൽ കാട്ടാന ഇറങ്ങി ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാന ഇറങ്ങി നിരവധി വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കഴിഞ്ഞ ഏതാനും ദിവസമായി ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. കാട് കയറിപ്പോയ കബാലി 2 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തിയത്. ഷോളയാർ പവർ ഹൌസിനും വാൽ ഹൌസിനും ഇടയിലാണ് ഒറ്റയാന്റെ വഴിതടയൽ. കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത്. റോഡരികിൽ നിന്ന് പനമറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത്. അപ്രതീക്ഷിതമായി റോഡിലേക്കിറങ്ങിയ കാട്ടാനയ്ക്ക് മുമ്പിൽ ചെറുവാഹനങ്ങളും KSRTCയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത്. ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോകുകയായിരുന്നു. വീണ്ടും 1 മണിക്കൂറോളം വഴി തടഞ്ഞ് റോഡിൽ നിന്ന് കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കബാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനംവകുപ്പും ആശങ്കയിലാണ്. TC വിനോസ്, തൃശൂർ. മാന്നാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. പുത്തൂർ കൈനൂർ സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സ്1 ടയർ കമ്പനിയിലാണ് വെളുപ്പിന് 4:30 അഗ്നിബാധയുണ്ടായത്. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ 4 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് 1.5 മണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ടയർ കമ്പനിയിലെ പിൻവശത്തെ ചുവർ പൊളിച്ചാണ് അഗ്നിശമന സേനാംഗങ്ങൾ അകത്ത് കടന്നത്. കമ്പനിക്കകത്തുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ അഗ്നിശമന സേന സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റി. ടയറിന്റെ റീസോളിംഗ് ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിച്ചിരുന്നു. അഗ്നിബാധയുണ്ടായ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ നൽകിയ വിവരത്തെ തുടർന്നാണ് ഉടമ വിവരമറിഞ്ഞത്. തൃശൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ അനിൽകുമാർ, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ ബ്രിജേഷ്, യാത്രക്കാരൻ സുജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു.
ഒല്ലൂർ ESI ആശുപത്രിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി സ്വദേശികളായ ഇരിങ്ങാലക്കുടക്കാരൻ വീട്ടിൽ ഷിജി ഷാജു, പട്ടത്ത് വീട്ടിൽ അർജുൻ, ദുർഗപ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനു സമീപം ബസ്സിൽ കയറുന്നതിനിടെ വീണ് ബസിന്റെ ചക്രം കാലിൽ കയറി യുവാവിന് പരിക്കേറ്റു. ആറ്റൂർ സ്വദേശി ഓട്ടുപാറയ്ക്കൽ വീട്ടിൽ മുൻസിൽ റഹ്മാനെ ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ കയറുന്നതിനിടെ കാലു മടങ്ങി വീണാണ് അപകടം. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഗതാഗത സ്തംഭനം 1 മണിക്കൂറോളം തുടർന്നു. സർവീസ് റോഡിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന സൌത്ത് ജംഗ്ഷന്റെ മേൽപ്പാലം ഭാഗത്താണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. ഇതേ തുടർന്ന് സൌത്ത് ജംഗ്ഷൻ, മെയിൻ റോഡ്, ട്രങ്ക് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും വാഹനക്കുരുക്ക് രൂക്ഷമായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാരെ ഗതാഗതക്കുരുക്ക് ബാധിച്ചു. ഒരാഴ്ചയായി നഗരത്തിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മുരിങ്ങൂർ അടിപ്പാതയുടെ സമീപം കന്നുകാലികളെ കയറ്റിപ്പോയിരുന്ന ലോറി തകരാറിലായി കിടന്നതും ഗതാഗതക്കുരുക്കിന് ഇടയാക്കി. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടും നീക്കം ചെയ്യാൻ നടപടിയെടുക്കാതെ അധികൃതർ. സീറോ വേസ്റ്റ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ മുന്നോട്ടു പോകുമ്പോഴാണ് നഗരത്തിന് നടുവിലെ തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത്. പകൽ സമയങ്ങളിൽ പോലും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം വലിച്ചെറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ദുർഗന്ധം മൂലം ഈ വഴിയെ മൂക്കുപൊത്താതെ കടന്നുപോകാനാകാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും പെട്ടെന്ന് കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TC വിനോസ്, തൃശൂർ. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരുമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. MLA അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. രാവിലെ നടത്തിയ CT സ്കാൻ പരിശോധന തലയുടെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്ന് റിനെ മെഡിസിറ്റി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി. ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെന്നും ശ്വാസകോശത്തിലെ ചതവുകൾ നേരിയ തോതിൽ വർദ്ധിച്ചതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. അതേസമയം മെഗാ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് നിർമ്മിച്ച ഓസ്കാർ ഈവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് ടോൾ കമ്പനി. ജനുവരി 6 മുതൽ ടോൾ പിരിക്കുമെന്നും ഇനിയും സൌജന്യം തുടരാനാവില്ലെന്നും ടോൾ കമ്പനി അധികൃതർ അറിയിച്ചു. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമരസമിതി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. നിക്ഷേപകരെ വഞ്ചിച്ച് നിക്ഷേപ സംഖ്യയും പലിശയും തിരികെ നൽകാതെ ഭരണസമിതി കൊള്ളയടിക്കുന്നുവെന്ന് ആരോപിച്ച് BJP ജില്ലാ സഹകരണ സെല്ലിന്റെ നേതൃത്വത്തിൽ പുത്തൂർ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. BJP സഹകരണ സെൽ ജില്ലാ കൺവീനർ MG സുരേഷ് അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ ഉപാധ്യക്ഷൻ ബിജോയ് തോമസ്, OBC മോർച്ച ജില്ലാ സെക്രട്ടറി സന്തോഷ് കാക്കനാട്ട്, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി NH പ്രശാന്ത്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ഫെബിൻ ഫ്രാൻസിസ്, BJP ഏരിയ പ്രസിഡന്റ് പ്രദീപ് ഞാറ്റുവെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി. മേഖലയിലെ കാർഷിക വിളകൾ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും കാട്ടുപന്നികളുടെ ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് കമ്മിറ്റി നടപടിയെടുത്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ പറഞ്ഞു. വിവിധ പ്രദേശത്ത് പ്രളയത്തിന് ശേഷം കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിട്ട് വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുവായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ലൈസൻസ് ഉള്ള തോക്കുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു തീരുമാനവുമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത്.
റോഡുകളിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടരുന്നു. ബസ്സുകളുടെ അമിത വേഗവും നിയമലംഘനവും നിയന്ത്രിക്കാനാവാതെ അധികൃതർ. സ്വകാര്യ ബസിന്റെ വാതിലിലൂടെ തെറിച്ചു വീണ് തിരുവില്വാമല സ്വദേശിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. സമയക്രമം പാലിക്കാനെന്ന പേരിലുള്ള ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകളുടെ മത്സരയോട്ടം മൂലം അപകടങ്ങൾ തുടർക്കഥയാണ്. ഒട്ടേറെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അപകടങ്ങൾ തുടർക്കഥയായിട്ടും ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ അധികൃതർക്കാവുന്നില്ല. യുവപ്രതിഭ എംഎൽഎക്ക് പിന്തുണയുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. പ്രതിഭയ്ക്ക് എതിരായ സൈബർ ആക്രമണം ജുബുസ്കാവുമെന്ന് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. വളഞ്ഞിട്ട് സൈബർ ആക്രമണം നടത്തി. മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാവില്ല. ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത് കമ്മ്യൂണിസ്റ്റ് സാഡിസമാണ്. CPM നേതൃത്വത്തിന്റെ അറിവോടെ കഞ്ചാവ് കേസിൽ അവരുടെ മകനെ കുടുക്കിയതാണോ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ M. വിജയൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി, ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ, ജോയിന്റ് കൌൺസിൽ മുൻ ചെയർമാൻ, ഗുരുവായൂർ ദേവസ്വം മുൻ ഭരണസമിതി അംഗം, CPI മുൻ തൃശൂർ മണ്ഡലം സെക്രട്ടറി, ഇസെക്സ്, ഐപ്സോ യുവ കലാസാഹിതി സംഘടനകളുടെ ആദ്യകാല ഭാരവാഹി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 2-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കോഴിക്കട സ്റ്റാർ നഗറിന് പടിഞ്ഞാറ് അവണിപ്പിള്ള വീട്ടിൽ 76 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കടവല്ലൂർ കോട്ടോൽ കുന്നിൽ നിന്നും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുക്കാനെത്തിയ ടോറസ് ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. അമിത ലോഡ് കയറ്റിപ്പോകുന്നു എന്നാരോപിച്ചാണ് വാഹനം തടഞ്ഞത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. അമിത ഭാരവുമായി രാത്രികാലങ്ങളിൽ പോകുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. സംവിധായകൻ കമലിനെതിരെ BJP ഇരിങ്ങാലക്കുട DYSPക്ക് പരാതി നൽകി. കൊടുങ്ങല്ലൂർ താലപ്പൊലിയെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് BJP മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമണ്ട പോലീസിൽ പരാതി നൽകിയത്. വർണ്ണക്കുടയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ താലപ്പൊലിക്ക് പോകാൻ തനിക്ക് ഭയമാണെന്നും അവിടെയുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് തനിക്ക് അറിയില്ലെന്നുമായിരുന്നു കമലിന്റെ പരാമർശം. ഇരിങ്ങാലക്കുടയുടെ നാട്ടുത്സവമായ വർണ്ണക്കുടയിൽ 2ാം ദിനം ആയിരങ്ങൾക്ക് ആവേശമായി താളമേള വിസ്മയം തീർത്ത് ആൽമരം മ്യൂസിക് ബാൻഡും നല്ലമ്മ നാടൻ പാട്ടുത്സവവും ക്ലാസിക്കൽ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. പൊതുസമ്മേളനം മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മികച്ച നടിക്കുള്ള പ്രത്യേക ജൂറി പരാമർശം കരസ്ഥമാക്കിയ സിജി പ്രദീപിനെയും സംഗീത സംവിധായകൻ ആനന്ദ് മധുസൂദനനെയും സമ്മേളനത്തിൽ ആദരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു. വേണുജി, സദനം കൃഷ്ണൻകുട്ടി, അമ്മന്നൂർ കുട്ടൻ ചാക്യാർ, നിർമ്മല പണിക്കർ, കലാനിലയം രാഘവൻ, മുരിയാട് മുരളീധരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. സമാപന ദിവസമായ ഇന്ന് ഇരിങ്ങാലക്കുടയിലെ നൃത്തവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ നൃത്തനൃത്യങ്ങൾ, ഗൗരി ലക്ഷ്മിയുടെ മ്യൂസിക് ബാൻഡ് എന്നിവ ഉണ്ടാകും. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് BJP മെമ്പർമാർ പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ പട്ടികജാതി സംവരണ വാർഡായ 8ാം വാർഡിലേക്ക് 3 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത്. എന്നാൽ ഭരണപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് 32 ലക്ഷം രൂപ വരെ നൽകിയിട്ടുണ്ട്. വികസന കാര്യങ്ങളിൽ പട്ടികജാതി സംവരണ വാർഡിനെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും വ്യാപകമായി കൃത്രിമവും ക്രമക്കേടും നടത്തുന്നുണ്ടെന്നും BJP മെമ്പർമാർ ആരോപിച്ചു.
കേന്ദ്ര പദ്ധതികളെ അവഗണിക്കുക, അതിനപ്പുറത്ത് പ്രതിപക്ഷ മെമ്പർമാർക്ക് അത്തരം പദ്ധതികൾ കൊടുക്കാതിരിക്കുക, ഇത് തെറ്റായ രീതിയാണ്. ആ നാട്ടിലെ ജനങ്ങൾക്കും സ്വൈര്യ ജീവിതം വേണം, അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കണം, അവരുടെ പ്രദേശത്തെ കുളങ്ങൾ റെഡിയാക്കണം, കാനകൾ റെഡിയാക്കണം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് വാർഡുകളിൽ നിന്ന് ഈ പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു വർഷം കൊടുക്കുന്നുണ്ട്, ഇത്രയധികം പദ്ധതികളുടെ ലിസ്റ്റുകൾ, പേരുകൾ കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് ചില വാർഡുകളിലേക്ക് മാത്രം ചില പദ്ധതികൾ കൊടുക്കുക, അതിനപ്പുറത്ത് കേന്ദ്ര പദ്ധതികളെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായ സമരങ്ങളായിട്ട് മുന്നോട്ട് വരാൻ കാരണം ഇനി ഒരു വർഷമേ ഉള്ളൂ. ഇതിനിടയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇതിന്റെ മുകളിലിരിക്കുന്ന MLA MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ പരിഹാരം കാണണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്ന CPIM ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും BJP മെമ്പർമാർ അറിയിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ തകർന്നടിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM നാട്ടിക ഏരിയ ആക്ടിംഗ് സെക്രട്ടറി VK ജ്യോതിപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. PL പോൾസൺ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ, ഏരിയ കമ്മിറ്റി അംഗം TV സുരേഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് PR കണ്ണൻ, KM വിജയൻ, PA അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോ കുറച്ച് റോഡ് പണികളൊക്കെ നടക്കുന്നതായിട്ട് ഇവിടെ ഫോട്ടോയും മറ്റുമൊക്കെ വെക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നു. നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഈ 2 വർഷം എത്തിയിട്ടും ഈ റോഡുകളുടെ പണി ഇത്രമാത്രം വൈകിയതിന്റെ പിറകിൽ മറ്റൊരു കാരണവുമില്ല. ഭരണതലത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഇവിടുത്തെ ഭരണസമിതിക്ക് ഇല്ല എന്നത് മാത്രമാണ് അതിന്റെ കാരണം. ചാഴൂർ ഗ്രാമീണ നാടകവേദി സംഘടിപ്പിക്കുന്ന അഖില കേരള നാടകോത്സവത്തിൽ 4ാം ദിവസം 2 നാടകങ്ങൾ അരങ്ങേറി. ശങ്കർ വെങ്കടേശ്വരന്റെ സംവിധാനത്തിൽ അട്ടപ്പാടി തിയേറ്റർ റൂട്ട്സ് ആൻഡ് വിങ്സിന്റെ ഷാജി ഊരാളി മിന്നുന്നതെല്ലാം എന്ന സോളോ നാടകം അവതരിപ്പിച്ചു. കാണികുളം കഥാപാത്രങ്ങളാകുന്ന നാടകം വേറിട്ട അനുഭവമായി. 2ാമത് അരങ്ങിലെത്തിയ മുംബൈയിലെ ഒരു ഉഷ്ണരാത്രിയിൽ എന്ന നാടകം മഹേഷ് ദത്താനിയുടെ എ മാഗി നൈറ്റ് ഇൻ മുംബൈയുടെ മലയാള ആവിഷ്കാരമായിരുന്നു. TV ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നാടകം ഫയർ തിയേറ്റർ ഫാമിലി തൃശൂർ ആണ് അവതരിപ്പിച്ചത്. സമാപന ദിനമായ ഇന്ന് ജോസഫിന്റെ റേഡിയോ, നവരാഷ്ട്ര കഥ എന്നീ 2 നാടകങ്ങൾ അരങ്ങേറും. സമാപന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇഷ്ടപ്പെട്ടവർ പുസ്തകം വായിക്കാൻ പറ്റില്ല. 1001 കൊടുത്ത പുസ്തകം വായിച്ച ശേഷം മടക്കി തരിക. 1002 അവണിശ്ശേരി ഫെസ്റ്റ് മുല്ലനേഴി അഖില കേരള നാടകോത്സവം 8ാം ദിനം നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ജനകീയ വികസന സമിതി കൺവീനർ ശൈലേഷ് കുമാർ വള്ളിശ്ശേരി അധ്യക്ഷത വഹിച്ചു. സുധീഷ് ശിവശങ്കരൻ, VR ബാബു, പഞ്ചായത്ത് മെമ്പർ KA പ്രദീപ്, അവണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജീന മോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും കൊടുങ്ങല്ലൂർ രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ അവതരിപ്പിച്ച നീലപ്പായസം നാടകവും അരങ്ങേറി. നല്ലൊരു പായസം മുൻകാല പത്രമാധ്യമ ഫോട്ടോഗ്രാഫറും ചിത്രകാരനുമായ KK രവീന്ദ്രന്റെ ചിത്ര പ്രദർശനം വർണ്ണക്കാഴ്ച ജനുവരി 2 മുതൽ 6 വരെ തൃശൂരിൽ നടക്കും. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ 50 ചിത്രങ്ങളാണുള്ളത്. നാലോളം നാളിൽ തൃശൂരിൽ അരങ്ങേറുന്ന പുലിക്കളിക്ക് വർഷങ്ങളായി പുലിവേഷം വരച്ച് രവീന്ദ്രൻ ശ്രദ്ധേയനാണ്. 3 നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ചിത്രകാരൻ KK രവീന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകരായ N ശ്രീകുമാർ, ഫ്രാങ്കോ ലൂയിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാള പുത്തഞ്ചിറ വില്വമംഗലം പാടശേഖരത്തിൽ ആറ്റക്കിളികളെ കൊണ്ട് പൊറുതിമുട്ടി കർഷകർ. ആറ്റക്കിളികൾ ചേക്കേറിയതുമൂലം വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. കതിരിൽ വന്ന് ഇരുന്ന് പാലൂറ്റി കുടിക്കുന്നത് മൂലം കൃഷിക്കാർക്ക് പതിരാണ് കൂടുതലും കിട്ടുന്നത്. കൃഷിക്കാർ പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചും ഇവയെ തുരത്തിയാലും വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥയിലാണ്.
ജനുവരി 26-ന് ദില്ലിയിൽ നടക്കുന്ന രാജ്യത്തിന്റെ 76-ാം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ തയ്യാറെടുത്ത് സെന്റ് തോമസ് കോളേജ് NCC യൂണിറ്റിലെ അംഗങ്ങൾ അണ്ടർ ഓഫീസർ PS ഐശ്വര്യയെയും ലാൻസ് കോർപ്പൽ ജസ്വൽ മെജോയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദില്ലിയിലെ കർത്തവ്യ പഥിൽ കേരള ലക്ഷദ്വീപ് കണ്ടിൻജന്റിന് വേണ്ടി ഐശ്വര്യ ഗോഡ് ഓഫ് ഓണറും ജസ്വൽ പ്രൈം മിനിസ്റ്റർ റാലിയും ചെയ്യും. 3-ാം വർഷ ബോട്ടണി ബിരുദ വിദ്യാർത്ഥിനിയായ ഐശ്വര്യ ചിറമനങ്ങാട് സ്വദേശിനി പനവല്ലി ഷാജിമോന്റെയും വിനീതയുടെയും മകളാണ്. 2-ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥിയായ ജസ്വൽ മുണ്ടൂർ കണ്ണനാക്കൽ മേജോയുടെയും സിനിയുടെയും മകനാണ്. ഈ വർഷത്തെ ഹാർമണി അന്തർദേശീയ അവാർഡിന് ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് അർഹനായി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജനുവരി 12-ന് കൊടുങ്ങല്ലൂർ അഴീക്കോട് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന മതസൌഹാർദ്ദ സംഗീത നൃത്ത കലാമേളയായ ഹാർമണി ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹാർമണി ഫെസ്റ്റിവൽ ചീഫ് കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, പ്രൊഫസർ VA വർഗീസ്, ബേബി മുക്കൻ, ഫ്രാങ്കോ ലൂയിസ് എന്നിവർ പങ്കെടുത്തു. സൈമൺ ബ്രിട്ടോ സ്മാരക സമിതിയും KA മാധവൻ സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൈമൺ ബ്രിട്ടോ അനുസ്മരണവും പുരസ്കാര വിതരണവും നടന്നു. തെക്കേ അഞ്ചേരിയിൽ നടന്ന ചടങ്ങ് സൈമൺ ബ്രിട്ടോയുടെ സഹധർമ്മിണി സീന ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. സ്മാരക സമിതി ചെയർമാൻ ചെറിയാൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള സൈമൺ ബ്രിട്ടോ പുരസ്കാരം ഡോക്ടർ ഭാനുമതിക്ക് സമ്മാനിച്ചു. ഡോക്ടർ പ്രവീൺ ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ വാടാനപ്പള്ളി മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം ET ടൈസൺ ML ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ട്രഷറർ ID മനോജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് PK സദാശിവൻ, സെക്രട്ടറി AP ഉദയകുമാർ, PA ഹംസ, വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി, AT ഷബീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുട്ടനല്ലൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രതീക്ഷ മനോജ് അധ്യക്ഷത വഹിച്ചു. ലിൻസ് പോൾസൺ, രതി ശിവരാമൻ, വത്സല നാരായണൻ, റീജിയൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിലമ്പൂർ സ്വദേശിയെ കൊലപ്പെടുത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ ജനകീയ കൂട്ടായ്മ ആദരിച്ചു. ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തെയാണ് ആദരിച്ചത്. ജനകീയ കൂട്ടായ്മ പ്രതിനിധി MV കുഞ്ഞിത്തു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഷാജി പള്ളം, ഡോക്ടർ ഇബ്രാഹിം, PM അനിൽ, TS അഷ്റഫ്, അനന്തകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ആശ്രയ കേന്ദ്രവും പാലിയേറ്റീവ് കെയറും പ്രവർത്തനം ആരംഭിച്ചു. വിഘ്നരാജൻ പുത്തൂർ ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഡോക്ടർ SK ശരത് പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സേവാഭാരതി ജോയിന്റ് സെക്രട്ടറി സുജിത് കാരയിൽ, ജില്ലാ സെക്രട്ടറി PU സനീഷ്, ഖണ്ഡ് സേവാ പ്രമുഖ് മഹേന്ദ്ര പ്രതാപ്, BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരീഷ്, ട്രഷറർ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ ചൊവ്വാഴ്ച 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 1 മണി വരെ സാംസ്കാരിക സായാഹ്നം അരങ്ങേറുക. പരിപാടിക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. 2025 വരവേൽക്കാൻ വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് വേദിയാവുകയാണ് കേരള കലാമണ്ഡലത്തിന്റെ നിള ക്യാമ്പസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി പ്രശസ്ത സാമൂഹിക സംരംഭക ശ്രീമതി ലക്ഷ്മി മേനോൻ സംഘവുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഥകളിയും കഥകളുടെ പിന്നാമ്പുറങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഈ കൂട്ടായ്മയ്ക്കും ഈ പരിപാടിക്കും പിന്നിൽ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ യോഗം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC സെക്രട്ടറിയുമായ K അജിത് കുമാർ, കൌൺസിലർ ജോയ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ CK ഹരിദാസ്, ബാബു കണ്ണനാക്കൽ, പ്രകാശ് കുന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കുഴൂർ പാറപ്പുറം പോളക്കുളം കൂട്ടായ്മ ഒരുക്കിയ നക്ഷത്ര തടാകം കാണാൻ ജൻ തിരക്ക്. 1000-ലധികം നക്ഷത്രങ്ങളാണ്
പഞ്ചായത്തിന്റെ പോളക്കുളത്തിന് ചുറ്റും ഒരുക്കിയിട്ടുള്ളത്. നാളെ വരെയാണ് വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും നടക്കുന്നത്. മാള ഫൊറോന KCBC മദ്യവിരുദ്ധ സമിതി യോഗം മാളവന സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ നടന്നു. വികാരി ഫാദർ ജെയിംസ് അതിയുന്തൻ ഉദ്ഘാടനം ചെയ്തു. സാബു എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഫെറോന ഭാരവാഹികളായ സേവ്യർ കോട്ടയ്ക്കൽ, പിയൂസ് കാളിയാടൻ, സെലിൻ ജോസഫ്, ആന്റണി പുത്തൻവീട്ടിൽ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ആക്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ആഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് NK രതി മോഹൻ അധ്യക്ഷത വഹിച്ചു. NR ഗ്രാമപ്രകാശ്, സെക്രട്ടറി രാജേഷ് കൊട്ടുക്കൽ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, ആർട്സ് സെക്രട്ടറി PP പ്രമോദ്, KB സുധ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര ശ്രീ ഭഗവതി കാർത്യായനി ക്ഷേത്രത്തിൽ തായമ്പക അരങ്ങേറ്റം നടന്നു. കലാമണ്ഡലം വിവേക് ചന്ദ്രന്റെ നേതൃത്വത്തിൽ 11ഓളം കുട്ടികളാണ് തായമ്പകയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഗുരുവായൂർ മുൻ മേൽശാന്തി പള്ളിശ്ശേരി മന മധുസൂദനൻ നമ്പൂതിരി തായമ്പക അരങ്ങേറ്റം ഉദ്ഘാടനം നിർവഹിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 2025 കലണ്ടർ പുറത്തിറക്കി. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ആദ്യ കോപ്പി ജോഷി കോഴിപ്പറമ്പിലിന് നൽകി പ്രകാശനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, KB അഞ്ജു, രേണുക, റിജു എന്നിവർ പങ്കെടുത്തു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7120, പവന് 56,960, വെള്ളി ഗ്രാമിന് 95, പ്ലാറ്റിനം ഗ്രാമിന് 3192 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വെടിക്കെട്ട് നിയന്ത്രണം നീക്കണമെന്ന ആവശ്യവുമായി പാറമേക്കാവ് തിരുമമ്പാടി ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഗസറ്റിലെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ദേവസ്വങ്ങൾ. വാൽപ്പാറ മുഡീസിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞു. മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ടെക്സ്1 കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഉല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ദേശീയപാതയിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ടു. തൃശൂർ കോട്ടപ്പുറം റെയിൽവേ ഗേറ്റിന് സമീപം മാലിന്യം കുമിഞ്ഞുകൂടുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയെടുക്കാതെ അധികൃതർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.